നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാവരും നിർബന്ധിച്ചപ്പോഴായിരിക്കും ചിലപ്പോ ദേവിക്ക് കല്യാണത്തിന് സമ്മതിച്ചത്. ആ സത്യം ചിലപ്പോ അവൾക്ക് എന്നോട് മനസ്സുറന്ന് പറയാനാവില്ല. ഞാനത് തിരിച്ചറിയണ്ടമ്മേ. സിദ്ധാർത്ഥന് അവളുടെ കഴുത്തിൽ താലി കിട്ടുന്നതിനും എന്തെങ്കിലും ചെയ്യണം. ഞാനും കുട്ടനുമായിട്ടുള്ള വിവാഹം ദൈവനിശ്ചയാണ്. അതെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞ് അമ്മ ഇനി എന്നെ നിർബന്ധിക്കരുത്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നല്ല മനസ്സോടെ അമ്മ മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അമ്മ ഞങ്ങളെ സ്വീകരിക്കണം. അമ്മേ, 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 ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് കുട്ടനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. ഇനി എന്തിനാ കാണുന്നത്? നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അമ്മേ, ഹരിയേട്ടാ, ഹരിയേട്ടാ, എന്തിനാ ഇത് വലിച്ചുവാരി എറിഞ്ഞ് നശിപ്പിക്കുന്നേ? എന്നെ വിട്. എനിക്കങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഹരിയേട്ടാ, പ്ലീസ് ഒന്ന് കൂളാവ്. ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതുകൊണ്ട് എന്താ കാര്യം? എടി, നമ്മൾ പ്ലാൻ ചെയ്ത് മുഴുവൻ പാഴായി പോയില്ലേ? കല്യാണം മുടക്കാനായി കച്ച കെട്ടുവന്ന സ്ത്രീകളാ മിണ്ടാട്ടം മുട്ടി തിരിച്ചു പോയത് നീ കണ്ടില്ലേ? ദേവിക ഉടുമ്പ് പിടിച്ചതുപോലെ അവളുടെ തീരുമാനങ്ങൾ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ശ്രീകലയോ നമ്മളെ കരുതു കേട്ടാ. ഇവിടെ വന്നൊരു സീൻ ഉണ്ടാക്കുമ്പോ ദേവിക ശ്രീകലയുടെ വഴിക്ക് വരുമെന്നല്ലേ നമ്മൾ കരുതിയത്. ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് ശ്രീകലയെ വിളിച്ചു വരുത്തിയിട്ട് ഒരു ഫലവും ഇല്ലാതായി പോയല്ലോ. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിട്ട് എന്താ ചേട്ടാ കാര്യം? ഒന്നും നടക്കുന്നില്ല. വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. ദേവിക ഇവിടെ പ്രവേശിപ്പിക്കാതിരിക്കാനായി എന്ത് പദ്ധതി ഒരുക്കിയാലും അതെല്ലാം നമുക്ക് തിരിച്ചടിയാവുക. ഹരിയേട്ടാ, ഒന്ന് സമാധാനിക്കേ. നമുക്ക് വേറൊരു വഴി കണ്ടുപിടിക്കാം. വേറെ എന്ത് വഴി?
മോനെ, എന്താടാ നിനക്ക് എന്തു പറ്റി? നീ ആകെ ടെൻഷനിലാണല്ലോ. എന്താ മോനെ കാര്യം? ഏയ് ഒന്നുമില്ല. ദേ, നീ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കരുത്. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താന്ന് വെച്ച കാര്യം പറ. അല്ലമ്മേ, അത് അല്ല, എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയണ്ട. അമ്മേ, നാളെ ദേവികയുടെ കല്യാണ. അതിന് നിനക്കിപ്പോ എന്താടാ? അവള് കല്യാണം കഴിക്കോ സുഖമായി ജീവിക്കോ ചെയ്യട്ടെ. അതിന് നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? അതമ്മേ, എനിക്കവള് കല്യാണം കഴിച്ചു പോകുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എടാ, നീ എന്തിനാ അത് ഉൾക്കൊള്ളുന്നേ? നീയുമായി ഒരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് തുറന്നു പറഞ്ഞിട്ടല്ലേ ദേവിക ഈ കല്യാണത്തിന് തയ്യാറായത്? പിന്നെ എന്തിനാ നീ അവളെ കുറിച്ച് ചിന്തിക്കുന്നേ? അല്ലമ്മേ, സിദ്ധാർത്ഥനെ പോലെ ഒരാള്. ദേവിക നമുക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്നതല്ലേ. അവൾക്ക് എങ്ങനെയാ സിദ്ധാർത്ഥൻ ചേരുക? അവൾ എനിക്കുള്ളതായിരുന്നു. അവൾ എനിക്കുള്ളത് തന്നെയാ. മോനെ ആനന്ദ്, അമ്മേ, അവളെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലമ്മേ. എല്ലാവരും നിർബന്ധിച്ചപ്പോഴായിരിക്കും ചിലപ്പോ ദേവിക കല്യാണത്തിന് സമ്മതിച്ചത്. ആ സത്യം ചിലപ്പോ അവൾക്ക് എന്നോട് മനസ്സുറന്ന് പറയാനാവില്ല. ഞാനത് തിരിച്ചറിയണ്ടമ്മേ. സിദ്ധാർത്ഥന് അവളുടെ കഴുത്തിൽ താലി കിട്ടുന്നതിന് എന്തെങ്കിലും ചെയ്യണം. അവളെ രക്ഷിക്കണോ അമ്മേ? എന്താമ്മേ, അത് വേണ്ടേ? അവളെ ഞാൻ നഷ്ടപ്പെടുത്തണോ? ഇല്ല, എനിക്ക് പറ്റില്ലമ്മേ. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. നിന്റെ തീരുമാനം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഞാൻ ഒരിക്കലും എതിർക്കില്ല. നീയും ദേവികയും തമ്മിൽ വിവാഹം കഴിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.